പ്രീതികര സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്നേ ദിവസം പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും 2025 PSC ആവർത്തിച്ച് ചോദിച്ച ഇന്ത്യൻ ചരിത്രമെന്ന സിലബസിന്റെ ഭാഗമായ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ പ്രധാന സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. സാമൂഹിക പരിഷ്കരണം എന്ന് പറയുമ്പോൾ തന്നെ നവോത്ഥാന മേഖലയിൽപ്പെട്ട ചോദ്യങ്ങളാണ് പ്രധാനമായും PSC ചോദിച്ചു കാണാറുള്ളത്. ആ ചോദ്യം നമുക്ക് വളരെ പെട്ടെന്ന് പരിചയപ്പെടാം. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ നമ്മൾ പഠിച്ചായിരിക്കും മുന്നോട്ട് പോവുക. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ, നമ്മൾ ഓരോ ചോദ്യം പഠിക്കുമ്പോഴും ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ശരിയായാലും തെറ്റിയാലും കുഴപ്പമില്ല. നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ ശരി പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. അപ്പൊ ചോദ്യം ഒന്ന്, രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ, ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗി, ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ഡി ചട്ടമ്പിസ്വാമി. ആരാണ്? കമന്റ് ചെയ്തേ പെട്ടെന്നാവട്ടെ. യെസ്, ആൻസറിലേക്ക് പോയാൽ ഉത്തരം എന്താണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ തന്നെയാണ്, അല്ലെ? ഈ അയ്യത്താൻ ഗോപാലനെ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന രവീന്ദ്രനാഥ ടാഗോർ വിശേഷിപ്പിച്ചത്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ബ്രഹ്മസമാജം ആരംഭിച്ചത് ആരായിരുന്നു? 1828 രാജാറാം മോഹൻ റോയ് ആയിരുന്നു, അല്ലെ? എന്നാൽ ബ്രഹ്മസമാജത്തിന്റെ കേരള ഘടകം, ബ്രഹ്മസമാജത്തിന്റെ അഥവാ ബ്രഹ്മസഭയുടെ കേരള ഘടകം ആരംഭിച്ചത് ആരായിരുന്നു? അയ്യത്താൻ ഗോപാലനായിരുന്നു. എന്നാണ് 1898 ഇവിടെ കോഴിക്കോട്. എന്നിട്ട് ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ആര് തന്നെ? നമ്മുടെ അയ്യത്താൻ ഗോപാലൻ തന്നെ. ബ്രഹ്മസമാജത്തിന്റെ ലക്ഷ്യം എന്താണ്? നമുക്കറിയാം, രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഏക ദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക. ഏക ദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക. കൂടാതെ ഹിന്ദുമതത്തിന്റെ ശുദ്ധീകരണം. അതായത് ഹിന്ദുമതത്തെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക. സ്വാമി ദയാനന്ദ സരസ്വതി ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് ഹിന്ദുമതത്തിൽ നിന്ന് പോയവരെ തിരികെ കൊണ്ടുവരാനാണ്. ഇവിടെ രാജാറാം മോഹൻ റോയ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഹിന്ദുമതത്തിൽ നിന്ന് മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബ്രഹ്മസമാജം ആരംഭിക്കുക. ഈ ബ്രഹ്മസമാജത്തിന്റെ ലക്ഷ്യം പ്രചരിപ്പിക്കുവാനായിട്ട് കേരള ഘടകം ആരംഭിച്ച അയ്യത്താൻ ഗോപാലൻ ഒരു മാസിക ആരംഭിച്ചു. അതിന്റെ പേരാണെന്ത്? സുഗുണവർദ്ധിനി. ഈ സുഗുണവർദ്ധിനി എന്ന മാസിക ആരംഭിക്കുന്നത് 1900-ലായിരുന്നു. 1900-ലെ സുഗുണവർദ്ധിനി എന്ന മാസിക ആരംഭിച്ച് ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ആ പ്രവർത്തനത്തെ PSC സുഗുണവർദ്ധിനി പ്രസ്ഥാനം എന്ന് പറയാറുണ്ട്. ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയ പ്രചരണം, അല്ലെ? അപ്പൊ സുഗുണവർദ്ധിനി എന്ന മാസികയിലൂടെ ആശയം പ്രചരിപ്പിച്ചതിനെയാണ് PSC ചോദിക്കാറ്. സുഗുണവർദ്ധിനി പ്രസ്ഥാനം ആരംഭിച്ചതാര്? അയ്യത്താൻ ഗോപാലൻ. ഏത് വർഷം? 1900. യഥാർത്ഥത്തിൽ ബ്രഹ്മസമാജത്തിന്റെ കേരള ഘടകത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനാണ് അയ്യത്താൻ ഗോപാലൻ എന്താ ആരംഭിക്കുക? സുഗുണവർദ്ധിനി എന്ന മാസിക ആരംഭിക്കുക. സെറ്റാണ്. ഇനി രാജാറാം മോഹൻ റോയിയെ പോലെ തന്നെ രാജാറാം മോഹൻ റോയി ബംഗാൾ പ്രവിശ്യയിൽ, പ്രത്യേകിച്ച് കൽക്കട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യം ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ സംഘടന നിങ്ങൾക്കറിയാം, ആത്മീയ സഭയാണ്. ആത്മീയ സഭയിലൂടെ പാശ്ചാത്യ പൗരസ്ത്യ സാംസ്കാരിക സമ്മിശ്രമാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്. അതായത് പാശ്ചാത്യ വിദ്യാഭ്യാസവും ഇന്ത്യൻ സംസ്കാരവും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പുരോഗതിയിലേക്ക് ഇന്ത്യൻ ജനതയെ എത്തിക്കുക. അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആയിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ അയ്യത്താൻ ഗോപാലനും വടക്കൻ കേരളത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ അയ്യത്താൻ ഗോപാലന് ബ്രിട്ടീഷുകാർ നൽകിയ ഒരു സ്ഥാനപ്പേരുണ്ട്, പദവിയുണ്ട്. അതാണ് എന്ത് പേരിൽ അറിയപ്പെടുക? റാവു സാഹിബ് എന്ന പേരിൽ അറിയപ്പെടുക. കൂടാതെ ഇദ്ദേഹം വടക്കൻ കേരളത്തിലെ, ഇന്നത്തെ മലബാർ മേഖലയിലെ ജനങ്ങൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകിയതുകൊണ്ട്, അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിച്ചതുകൊണ്ട് ഇദ്ദേഹത്തെ ജനങ്ങൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ദർസാർ സാഹിബ് എന്ന് വിളിക്കാറുണ്ട്. ദർസാർ സാഹിബ്. അപ്പോ അയ്യത്താൻ ഗോപാലൻ അറിയപ്പെടുന്ന മറ്റ് രണ്ട് പേരുകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് റാവു സാഹിബ്, അത് ബ്രിട്ടീഷുകാർ നൽകിയത്. ദർസാർ സാഹിബ് എന്ന പേര് നൽകിയത് ആരാണ്? സാധാരണക്കാരായ ജനങ്ങൾ. സെറ്റാണേ, മറക്കില്ലെന്ന് എഴുതിക്കോട്ടെ. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിളിച്ചത് ആരെ? അയ്യത്താൻ ഗോപാലനെ. എന്തുകൊണ്ട്?
ബ്രഹ്മസമാജത്തിന്റെ കേരള ഘടകം 1898 കോഴിക്കോട് ആരംഭിച്ചു. ബ്രഹ്മസമാജത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസവും ഹിന്ദുമതത്തിന്റെ ശുദ്ധീകരണവും. ഈ ലക്ഷ്യം പ്രചരിപ്പിക്കുവാൻ സുഗുണവർദ്ധിനി എന്ന മാസിക ആരംഭിച്ചത് 1900 അയ്യത്താൻ ഗോപാലൻ. വടക്കൻ കേരളത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ബ്രിട്ടീഷുകാർ നൽകിയ സ്ഥാനപ്പേരെന്താ? റാവു സാഹിബ്. സെറ്റാണേ. ഇനി സാധാരണക്കാരായ ജനങ്ങൾ ഇദ്ദേഹത്തെ എന്തെന്ന് വിളിച്ചു? ദർസാർ സാഹിബ്. ഇതൊക്കെ 2025 PSC ചോദിച്ച ചോദ്യമാണ്. ഈ രവീന്ദ്രനാഥ ടാഗോർ രാജാറാം മോഹൻ റോയിയെ എന്താണ് വിളിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? രവീന്ദ്രനാഥ ടാഗോർ അയ്യത്താൻ ഗോപാലനെ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിളിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രാജാറാം മോഹൻ റോയിയെ എന്തെന്നാ വിശേഷിപ്പിച്ചേ? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, അല്ലെ? അപ്പോ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ ആദ്യമായി വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണടാ? രവീന്ദ്രനാഥ ടാഗോർ തന്നെ. സെറ്റാണേ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഇവിടുത്തെ ആൻസർ അയ്യപ്പൻ ഗോപാൽ. ഇനി താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? 1. പ്രിസപ്സ് ഓഫ് ജീസസ്. 2. തുഫത്തുൽ മുവാവുദ്ദീൻ. 3. ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. 4. സതിഹിത ബോധിനി. ഏതാണ് ഉത്തരം? കമന്റ് ചെയ്തേ. ഏതാണ് ഉത്തരം? ഇവിടെ പ്രിസപ്സ് ഓഫ് ജീസസ്, അതായത് യേശുവിന്റെ കൽപ്പനകൾ എന്ന പുസ്തകം എഴുതിയത് ആര് തന്നെയാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയ് തന്നെയാണ്. തുഫത്തുൽ മുവാവുദ്ദീൻ, അതായത് ഏക ദൈവ വിശ്വാസികൾക്ക് ഒരു ഉപകാരം, അതിന്റെ പേർഷ്യൻ പദമാണ് തുഫത്തുൽ മുവാവുദ്ദീൻ. അത് എഴുതിയത് ആര് തന്നെ? രാജാറാം മോഹൻ റോയ് തന്നെ. ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, ആത്മീയ സഭയുടെ ലക്ഷ്യം തന്നെ ജനങ്ങളുമായി സാഹോദര്യം പുലർത്തുക എന്നാണ്. അതുകൊണ്ട് തന്നെ അത് മൂവ്മെന്റ് ഓഫ് ഫ്രണ്ട്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് സൊസൈറ്റി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം രചിച്ച പുസ്തകമായിരുന്നു ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. അതും രാജാറാം മോഹൻ റോയ് എഴുതിയത് തന്നെ. സതിഹിത ബോധനെ രാജാറാം മോഹൻ റോയ് അല്ല എഴുതിയത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? 4 മാത്രമാണ് രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത്. ബാക്കി 3 ആരെഴുതിയതാ? രാജാറാം മോഹൻ റോയ്. അങ്ങനെയാണെങ്കിൽ ഈ സതിഹിത ബോധനി എഴുതിയത് ആരാണ്? സതിഹിത ബോധനി എഴുതിയത് ആരാണ്? പഠിക്കണ്ടേ? വേണം. ആരാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം. തെക്കേ ഇന്ത്യയുടെ വന്യവയോധികൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അദ്ദേഹത്തെ. തെലുങ്ക് നവോത്ഥാനത്തിന്റെ പിതാവെന്ന് വിളിക്കാറുണ്ട്. തെലുങ്ക് നവോത്ഥാനത്തിന്റെ പിതാവെന്നോ ആന്ധ്രയുടെ നവോത്ഥാന നായകനെന്നോ, തെലുങ്ക് നവോത്ഥാനത്തിന്റെ അഥവാ ആന്ധ്ര നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വീരേശലിംഗം പന്തലു. വീരേശലിംഗം പന്തലു. ഇദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. രാജാറാം മോഹൻ റോയിയെ പോലെ തന്നെ തെക്കേ ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഇന്നത്തെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഉൾപ്പെടുന്ന ഭൂപ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തെലുങ്ക് നവോത്ഥാനത്തിന്റെ പിതാവെന്നും ആന്ധ്ര നവോത്ഥാനത്തിന്റെ പിതാവെന്നും വിളിക്കുക. ആരാണ്? വീരേശലിംഗം പന്തലു. ഇദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ മാത്രമേ ശാസ്ത്രീയ ബോധത്തെ കുറിച്ച് പഠിക്കുവാൻ കഴിയുള്ളൂ എന്നും, അങ്ങനെ ശാസ്ത്രീയ ബോധത്തെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ പുരോഗമന ചിന്താഗതി ഉണ്ടാവുകയുള്ളൂവെന്നും ബൗദ്ധികമായി ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയൂ എന്നും പ്രചരിപ്പിച്ച വ്യക്തിയായിരുന്നു വീരേശലിംഗം പന്തലു. അപ്പൊ ആധുനിക വിദ്യാഭ്യാസം നേടാം, അതിലൂടെ ശാസ്ത്രബോധം ഉണ്ടാവും, അത് പുരോഗതിയിലേക്ക് നയിക്കും എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തി. ഈ ഒരു ആശയം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ജേണൽ, മാസിക ആരംഭിച്ചിരുന്നു. എന്താണെന്ന് അറിയാമോ? വിവേകവർദ്ധിനി. വിവേകവർദ്ധിനി. ഓക്കെ. ഇനി അങ്ങനെ വിവേകവർദ്ധനയിലൂടെ ജനങ്ങളെ ബോധവൽക്കരിച്ചപ്പോ ഇദ്ദേഹത്തെ കേൾക്കുവാനായിട്ട് ഒരുപാട് പുരുഷ സമൂഹം ലഭിച്ചു. അപ്പൊ ഇദ്ദേഹം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമായി അവരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച വനിതാ മാസികയായിരുന്നു എന്ത്? ഈ സതിഹിത ബോധിനി എന്ന് പറയുന്നത്. സതിഹിത ബോധിനി എന്ന് പറയുന്നത് എന്താണ്? വനിതാ മാസികയാണ്. ഈ വനിതാ മാസികയിൽ പ്രസിദ്ധീകരിച്ച കാര്യങ്ങള് പിൽക്കാലത്ത് അദ്ദേഹം ഒരു പുസ്തകമായിട്ടും പ്രസിദ്ധീകരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പറയുക സതിഹിത ബോധിനി എന്ന പുസ്തകം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ വീരേശലിംഗം പന്തലു എന്ന് പറയും. വീരേശലിംഗം പന്തലു ആരംഭിച്ച മാസിക, വനിതാ മാസിക ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്താണ് പറയുക? സതിഹിത ബോധിനി തന്നെ പറയും.
വനിതാ മാസിക എന്നെടുത്ത് ചോദിച്ചാൽ, മാസിക അല്ലെങ്കിൽ ജേണൽ എന്നാണ് ചോദ്യമെങ്കിൽ എന്ത് പറയും? വിവേകവർദ്ധിനി എന്ന് പറയും. വിവേകവർദ്ധിനി. ഓക്കെ, യെസ്, സിമ്പിളാ. അടുത്ത നമ്മൾ പറയുന്നു, ബ്രിട്ടീഷുകാര് ഇദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ സഹായിച്ചതുകൊണ്ട് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് ഒരു പേര് നൽകി. എന്താണ് വീരേശലിംഗം പന്തുലുവിന് നൽകിയ പേര്? റാവു ബഹദൂർ. റാവു ബഹദൂർ. അപ്പോ ബ്രിട്ടീഷുകാർ റാവു ബഹദൂർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഏത് നവോത്ഥാന നായകന്? വീരേശലിംഗം പന്തലുവിന്. ഓക്കെ. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് നൽകിയത് ഏത് നവോത്ഥാന നായകന്? അയ്യത്താൻ ഗോപാലന്. അല്ലേ? സിമ്പിൾ അല്ലേ? സെറ്റാണേ. ഗഡ്. മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നമ്മളിവിടെ എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പഠിച്ചത് എന്താണ്? വീരേശലിംഗം പന്തലുവിന്റെ വനിതാ മാസിക സതിഹിത ഗോത്രി. വീരേശലിംഗം പന്തല് നമ്മുടെ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി ആരംഭിച്ച മാസിക വിവേകവർദ്ധിനി. തെലുങ്ക് നവോത്ഥാനത്തിന്റെ പിതാവെന്നും ആന്ധ്ര നവോത്ഥാനത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്നത് വീരേശലിംഗം പന്തുലു തന്നെയാണ്. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് നൽകിയ സ്ഥാനപ്പേര് എന്താണ്? റാവു ബഹദൂർ. സെറ്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോ ഈ പോയിന്റ് അറിയാത്തുള്ളവരുണ്ടെങ്കിൽ ദയവായി നോട്ട് എഴുതി പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഓപ്ഷൻ എ സ്വദേശിമിത്ര, ഓപ്ഷൻ ബി കേസരി, ഓപ്ഷൻ സി സമ്പദ് കൗമുദി, ഓപ്ഷൻ ഡി ന്യൂ ഇന്ത്യ. എന്താണ് ഉത്തരം? യെസ്, ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സമ്പദ് കൗമുദി. ഈ സമ്പദ് കൗമുദി എന്ന് പറയുന്ന പത്രം എന്താ ആരംഭിക്കുന്നത്? സമ്പദ് കൗമുദി ബംഗാളി ഭാഷയിൽ ആരംഭിക്കുക 1821. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച മറ്റൊരു പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ, അല്ലെ? മിറാത്ത് ഉൽ അക്ബർ. ഈ മിറാത്ത് ഉൽ അക്ബർ ആരംഭിച്ചത് എന്നായിരുന്നു? 1822. സമ്പദ് കൗമുദി 1821, മിറാത്തുൽ അക്ബർ 1822. ഈ രണ്ട് പത്രങ്ങളുമാണ് പ്രധാനമായും രാജാറാം മോഹൻ റോയ് ആരംഭിക്കുക. സമ്പദ് കൗമുദി ബംഗാളി ഭാഷയിലാണ്, മിറാത്തുൽ അക്ബർ ആണെങ്കിൽ ഏത് ഭാഷയിലാണ്? പേർഷ്യൻ ഭാഷയിൽ. അക്ബർ ഷാ രണ്ടാമന്റെ സദ്ഭരണത്തിന്റെ കാഴ്ചപ്പാടുകൾ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മിറാത്തുൽ അക്ബർ എന്ന പത്രം ആരംഭിക്കുക. 1822 ഏത് ഭാഷയില? പേർഷ്യൻ ഭാഷയിൽ. സെറ്റാണേ. അപ്പൊ ഇവിടുത്തെ ആൻസർ സമ്പദ് കൗമുദിയാണെന്ന് പഠിച്ചു. ഇനി ബാക്കി 3 പത്രങ്ങൾ ആരെങ്കിലും നോക്കണം. സ്വദേശി മിത്രം എന്ന പത്രം ആരംഭിച്ചത് ആരായിരുന്നു? ആരംഭിച്ചേ? സ്വദേശി മിത്രം എന്ന പത്രം ആരംഭിച്ചത് യെസ്, ജി സുബ്രഹ്മണ്യ അയ്യർ. ജി സുബ്രഹ്മണ്യ അയ്യർ ആണ്. എപ്പോഴാണ് ഇദ്ദേഹം ആരംഭിച്ചത് അറിയാമോ? ജി സുബ്രഹ്മണ്യ അയ്യർ 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചില്ലേ? ആ കാലയളവിലാണ് ജി സുബ്രഹ്മണ്യ അയ്യർ സ്വദേശി വൽക്കരണത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് സ്വദേശി മിത്രം എന്ന പത്രം ആരംഭിക്കുക. ഇനി കേസരി എന്ന പത്രം ആരംഭിച്ചത് കൊണ്ട് ആ സ്വാതന്ത്ര്യ സമര സേനാനിയെ നമ്മൾ കേസരി എന്ന് വിളിക്കാറുണ്ട്. ആരാണ്? കേസരി എന്ന പത്രം ആരംഭിച്ച അല്ലെങ്കിൽ കേസരി എന്ന അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകനാണ് എന്ത് പത്രം ആരംഭിക്കുന്നത്? കേസരി എന്ന പത്രം ആരംഭിക്കുക. ഓക്കെ, യെസ്. ഇനി കേസരി എന്ന പത്രം ആരംഭിച്ച കേരളത്തിലെ നവോത്ഥാന നായകനുണ്ടോ? ഉണ്ട്, ബാലകൃഷ്ണപിള്ള. തിരുവനന്തപുരത്ത് തമ്പാനൂര് ജനിച്ച പത്രപ്രവർത്തകനായിരുന്നു ബാലകൃഷ്ണപിള്ള കേട്ടോ. ഈ ബാലകൃഷ്ണപിള്ളയുടെ ഒരു മറ്റൊരു പത്രമുണ്ട്, പ്രബോധകൻ. 2 പത്രങ്ങൾ അദ്ദേഹം ആരംഭിച്ചേ, ഒന്ന് കേസരിയും 2 പ്രബോധകനും. കേസരി പത്രം ആരംഭിച്ചു, കൂടാതെ എന്താരംഭിച്ചു? പ്രബോധകൻ ആരംഭിച്ചു. പ്രബോധകൻ കേട്ടോ. പ്രബോധകൻ എന്ന പത്രം ആരംഭിച്ചതും ആര് തന്നെയാണ്? നമ്മുടെ ബാലകൃഷ്ണപിള്ള എന്ന നവോത്ഥാന നായകനാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെടുന്നത് കേസരി എന്ന പത്രമാണ്. കേസരി പത്രത്തിലൂടെ തിരുവിതാംകൂറിലെ രാജാവിന്റെയും തിരുവിതാംകൂറിലെ ദിവാനുമെതിരെ ശക്തമായി ഇദ്ദേഹം പ്രതികരിച്ചു. തിരുവിതാംകൂറിലെ ദുർഭരണത്തിനെതിരെ, അഴിമതി ഭരണത്തിനെതിരെ വിമർശനം ഉന്നയിച്ച വ്യക്തിത്വമാണ് ആര്? ബാലകൃഷ്ണപിള്ള. ഇതുപോലെ വേറെ ഏതെങ്കിലും വ്യക്തി നിങ്ങൾക്ക് അറിയാമോ? തിരുവിതാംകൂർ ഭരണാധികാരികൾക്കെതിരെ ശബ്ദമുയർത്തിയ പത്രപ്രവർത്തകൻ? അതെ, നിങ്ങൾക്കറിയാം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ശരിയല്ലേ? ആ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയതിനു ശേഷമാണ് ബാലകൃഷ്ണപിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ചെയ്തതുപോലെ തന്നെ തിരുവിതാംകൂറിൽ പ്രവർത്തിക്കുക, യഥാർത്ഥ പത്രപ്രവർത്തനം നടത്തുക. അതുകൊണ്ട് നമ്മുടെ ബാലകൃഷ്ണപിള്ളയെ
സ്വദേശാഭിമാനിയുടെ പിൻഗാമി എന്ന് വിളിക്കാറുണ്ട്? സ്വദേശാഭിമാനിയുടെ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണടാ? നമ്മുടെ ബാലകൃഷ്ണപിള്ളയാണ്. ഓക്കെ. ഇനി കേസരി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സിംഹം എന്നാണ് കേട്ടോ. കേസരി എന്ന വാക്കിന്റെ ഒരു പര്യായ പദമാണ് സിംഹം. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന ഭരണാധികാരി രാജ രഞ്ജിത് സിംഗ് ആണ്. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലാല ലജ്പത് റോയ് ആണ്. മറാത്ത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. കേരള കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? കേസരി എന്ന് പറഞ്ഞാൽ സിംഹം അല്ലെ? കേരള കേസരി ആരാണ്? കേരള സിംഹം പഴശ്ശിരാജ. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഇനി പുരുഷ കേസരി അഥവാ പുരുഷ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയും അല്ലെ? യെസ്, നിങ്ങളുടെ മനസ്സിൽ ആ കേസിലേക്ക് വന്നു എന്ന് ഞാൻ കരുതുന്നു. ഇനി ന്യൂ ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരായിരുന്നു? ആനി ബസന്റുമായിരുന്നു. ന്യൂ ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ആനി ബസന്റുമാണ്. സെറ്റാണേ. അപ്പോൾ സ്വദേശി മിത്രം എന്ന പത്രം ജി സുബ്രഹ്മണ്യ അയ്യർ, കേസരി എന്ന പത്രം ആരംഭിച്ച ദേശീയ നേതാവ് ബാലഗംഗാധര തിലകൻ, കേസരി എന്ന പത്രം ആരംഭിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ബാലകൃഷ്ണപിള്ള. അതുകൊണ്ട് അദ്ദേഹം കേസരി ബാലകൃഷ്ണപിള്ള എന്നാണ് പലപ്പോഴും അറിയപ്പെടുക. അദ്ദേഹത്തിന് മറ്റൊരു പത്രമാണ് പ്രബോധകൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പിൻഗാമിയായി കണക്കാക്കുന്നത് ബാലകൃഷ്ണപിള്ളയാണ്. ന്യൂ ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ആനി ബസന്റ്. സെറ്റാണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്ന് നോക്കാം. എന്താണ് ബന്ധമില്ലാത്തതെന്ന്? ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. ആണോടാ? അല്ല കേട്ടോ. ഈ ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് യഥാർത്ഥത്തിൽ ആരാണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവെന്ന് കണക്കാക്കുന്ന 1873 സത്യശോധക സമാജം ആരംഭിച്ച ആരായിരുന്നു? നമ്മുടെ ജ്യോതിബ ഫുലെയാണ്. ജ്യോതി റാവു ഫുലെ അല്ലെങ്കിൽ ജ്യോതിബ ഫുലെ എന്ന് നമ്മൾ പറയാറുണ്ട്. ജ്യോതി റാവു ഫുലെ അല്ലെങ്കിൽ ജ്യോതിബ ഫുലെ അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് രചിച്ച ഒരു പുസ്തകമായിരുന്നു ഗുലാംഗിരി. ഗുലാംഗിരി എന്ന വാക്കിന്റെ അർത്ഥം അടിമത്തം എന്നായിരുന്നു. ഗുലാംഗിരി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അടിമത്തം എന്നാണ്. അപ്പൊ ഗുലാംഗിരി എന്ന പുസ്തകം എഴുതിയത് ജ്യോതിറാവ് ഫുലെ. ഗുലാംഗിരി എന്ന വാക്കിന്റെ അർത്ഥം അടിമത്തം. എന്തിനു വേണ്ടി? സത്യശോധക സമാജം എന്ന സംഘടന 1873 ആരംഭിക്കുകയും അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രബോധനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി. ഇനി ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. ആനി ബസന്റ് ആണോ? ആനി ബസന്റ് വിവർത്തനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭഗവത്ഗീത ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരല്ല? ആനി ബസന്റ് അല്ല. ഭഗവത്ഗീത ആദ്യമായി ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്തത് ആരാണ്? നമ്മുടെ വില്യം ജോൺസന്റെ നേതൃത്വത്തിൽ ബംഗാളിൽ ആരംഭിച്ച റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ കീഴില് ചാൾസ് വിൽക്കിൻസ് ആയിരുന്നു. അപ്പൊ ഭഗവത്ഗീത ആദ്യമായി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ചാൾസ് വിൽക്കിൻസ് ആണ്. ആനി ബസന്റ് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പൊ സെന്റൻസ് ഇവിടെ കറക്റ്റാ. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആനി ബസന്റ് ഉണ്ടോ? ഉണ്ട്. എന്നാൽ ആദ്യമായി എന്നൊരു സെന്റൻസ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഈ സെന്റൻസ് ആനി ബസന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഭഗവത്ഗീത ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് എന്നാണ് ചോദ്യമെങ്കിൽ, ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതെന്നാണ് ചോദ്യമെങ്കിൽ ആരെ പേര് പറയും? ചാൾസ് വിൽക്കിൻസിന്റെ പേര് പറയും. ചാൾസ് വിൽക്കിൻസ്. നമ്മൾ ലോകചരിത്രം പഠിക്കുമ്പോഴാണ് ചാൾസ് ഡിക്കിൻസ് പഠിക്കുക, അത് വേറെ. ഇത് ചാൾസ് വിൽക്കിൻസ് ആണ്. എ ടൈൽ ഓഫ് ടു സിറ്റീസ് എന്ന കൃതിയുടെ രചയിതാവാണ് ചാൾസ് ഡിക്കിൻസ്. ഇത് ചാൾസ് വിൽക്കിൻസ് കേട്ടോ. ഇനി 1916 ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആനി ബസന്റ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. 1916 ഹോം റൂൾ പ്രസ്ഥാനം രണ്ടുപേരാണ് ആരംഭിക്കുക. ഒന്ന് ബാലഗംഗാധര തിലകൻ, എവിടെ? മഹാരാഷ്ട്രയിലെ പൂനെ ആസ്ഥാനമാക്കിയിട്ട്. രണ്ട് ആനി ബസന്റ്, എവിടെ? മദ്രാസിലെ അടയാർ കേന്ദ്രീകരിച്ചു. അപ്പൊ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആനി ബസന്റുമായി ബന്ധമില്ലാത്തതാണ്. രണ്ടും മൂന്നും ബന്ധമുള്ളത്. അപ്പൊ ഇവിടെ ബന്ധമില്ലാത്തതല്ലേ ചോദ്യം. അപ്പോ ആൻസർ എന്താ? ഒന്ന് മാത്രം. അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഓക്കെ, സെറ്റ് ആണേ. ഓക്കെ, മറക്കില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. എന്നിട്ട്
ഇതില് ശരിയായ ജോഡി കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. കുടിയരശ് ഇ.വി. രാമസ്വാമി നായർ, വിവേകവർത്തിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിബ ഫുലെ, സമ്മത് കൗമുദി ശ്രീനാരായണ ഗുരു. നമ്മളിന്ന് മുൻവർഷ ചോദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ എക്സ്ട്രാ ഫാക്ട് ആയിട്ട് പഠിച്ച പോയിന്റ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? യെസ്. അപ്പോ നമുക്ക് അത് രണ്ടും ആദ്യം ഉറപ്പിക്കാം അല്ലെ? അത് രണ്ടും ആദ്യം നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം. എന്താ ആൻസർ? വിവേകവർത്തിനി ആര് തന്നെയാണ്? വീരേശലിംഗം ബദൽ തന്നെ. ഗുലാംഗിരി ജ്യോതിബ ഫുലെ തന്നെ. സമ്മത് കൗമുദി ശ്രീനാരായണ ഗുരു ആണോ? അല്ല. സമ്മത് കൗമുദി ആരാണ്? 1821 രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രമാണ് അല്ലെ? അപ്പോ 2, 3 ശരിയാണ്. ഇനി 1 ശരിയാണെന്ന് നോക്കാം. ഇ.വി. രാമസ്വാമി നായ്ക്കർ. നമ്മുടെ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ വൈക്കം സത്യാഗ്രഹ കാലഘട്ടത്ത് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ക്ഷേത്ര സത്യാഗ്രഹ ജാഥ സംഘടിപ്പിച്ച വ്യക്തിത്വമാണ് ദേശീയ കോൺഗ്രസ് നേതാവായ ഇ.വി. രാമസ്വാമി നായ്ക്കർ. അതുകൊണ്ട് അദ്ദേഹത്തെ പെരിയോർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. വൈക്കത്ത് ഇദ്ദേഹത്തിന്റെ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് അല്ലെ? കൂടാതെ വൈക്കം സത്യാഗ്രഹ കാലഘട്ടത്ത് എത്തിച്ചേർന്ന ദേശീയ നേതാവ് എന്ന അർത്ഥത്തില് ഇദ്ദേഹത്തെ വൈക്കം ഹീറോ എന്ന് വിളിക്കാറുണ്ട്. വൈക്കം വീരൻ അല്ലെ? അദ്ദേഹം ആരംഭിച്ച പത്രമായിരുന്നു എന്ത്? കുടിയരശ്. കുടിയരശ് എന്ന് പറയുന്നത് ഇ.വി. രാമസ്വാമി നായ്ക്കർ ആരംഭിച്ച പത്രമായിരുന്നു. തീർച്ചയായിട്ടും അതെ. ഇനി ഈ ഇ.വി. രാമസ്വാമി നായ്ക്കർ വേറെ 2 മാസികകൾ ആരംഭിച്ചു. പുരട്സി പിന്നെ വിടുതലൈ. പുരട്സി, വിടുതലൈ എന്നീ മാസികകൾ ആരംഭിച്ചതും ആര് തന്നെ? ഇ.വി. രാമസ്വാമി നായ്ക്കർ തന്നെ. ഇ.വി. രാമസ്വാമി നായ്ക്കർ 1925 ഒരു സംഘടന ആരംഭിച്ചു. അതിന്റെ പേര് ഇംഗ്ലീഷിലായിരുന്നു വിട്ടത് കേട്ടോ. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. ഇത് PSC ചോദിക്കുമ്പോൾ മലയാളവൽക്കരിച്ചാണ് ചോദിക്കുക. സ്വാഭിമാന പ്രസ്ഥാനം. അഭിമാന പ്രസ്ഥാനം ചേർത്ത് പറയുമ്പോൾ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരെന്നാണ് ചോദിക്കുക. യഥാർത്ഥത്തിൽ അദ്ദേഹം ആരംഭിച്ചത് എന്താ? 1925 സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആരംഭിച്ചു. മലയാളവൽക്കരിച്ചുകൊണ്ടാണ് PSC ചോദിക്കുക. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഓക്കെ. അപ്പോ ഇ.വി. രാമസ്വാമി നായ്ക്കർ കുടിയരശ് എന്ന പത്രം ആരംഭിച്ചിട്ടുണ്ട്. ശരിയാണോ? ശരിയാണ്. അപ്പൊ ഇവിടുത്തെ 1, 2, 3 എന്നിവ ശരിയും 4 തെറ്റുമാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ വരിക. നമ്മൾ എക്സ്ട്രാ പോയിന്റ് എന്തൊക്കെ പഠിച്ചു? ഇ.വി. രാമസ്വാമി നായ്ക്കർ ആരംഭിച്ച പത്രം കുടിയരശ് തന്നെ നമ്മൾ പഠിച്ചു. കൂടാതെ മാസിക പുരട്സി, വിടുതലൈ എന്നിവ. ഇ.വി. രാമസ്വാമി നായ്ക്കർ ആരംഭിച്ച സംഘടനയുടെ പേര് എന്താണ്? സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. ഏത് വർഷം? 1925. ഇതൊരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഈ വർഷം തന്നെ PSC ചോദിച്ചിട്ടുണ്ട്, മറക്കരുത്. സെറ്റാണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. പാഞ്ചാലി ശപഥം എന്ന കൃതി എഴുതിയത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി, ഓപ്ഷൻ ബി പ്രേംചന്ദ്, ഓപ്ഷൻ സി സത്യേന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ഡി വള്ളത്തോൾ. ആൻസർ എന്താണ്? കമന്റ് ചെയ്ത് പെട്ടെന്നാവട്ടെ. പാഞ്ചാലി ശപഥം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ കലാസാംസ്കാരികം എന്ന മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ്. ഈ കലാസാംസ്കാരികം എന്ന് പറയുമ്പോൾ SCERT പാഠപുസ്തകത്തിലെ കുറേ കാര്യങ്ങളാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. SCERT കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തികളുടെയൊക്കെ പ്രത്യേകത. നമുക്ക് നോക്കാം. ആരാണ് പാഞ്ചാലി ശപഥം എഴുതിയത്? ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി തന്നെ. ആരെഴുതിയേ? സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതി എഴുതിയ ദേശീയ സ്വാതന്ത്ര്യ കാഴ്ചപ്പാടുള്ള അല്ലെങ്കിൽ ദേശീയതയ്ക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ മറ്റ് കുറെ കൃതികളിലൂടെ ഉണ്ട്. ആ കൃതികളോട് നമുക്ക് പഠിക്കാം. SCERT പാറ്റേൺ പഠിച്ചേക്കണേ. നിങ്ങൾക്കറിയാം ഓടി വിളയാട് പാപ്പ. ഓടി വിളയാട് പാപ്പ. പിന്നെ കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. സെറ്റാണേ. 3 പഠിക്കാമോ? എന്തൊക്കെയാ? സുബ്രഹ്മണ്യ ഭാരതി രചിച്ച കൃതികൾ 1 നമ്മളിപ്പോ പഠിച്ചു ചോദ്യത്തിൽ നിന്ന്. ഏതാ? പാഞ്ചാലി ശപഥം. പിന്നെ ഓടി വിളയാട് പാപ്പ, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. പിന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമരങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യം നേടണമെന്ന ആഗ്രഹം
ജനങ്ങളുടെ ഇടയിൽ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയ ഒരു കൃതി കൂടെ ഉണ്ട്, ജന്മഭൂമി. ജന്മഭൂമി ഇതൊക്കെ മുൻവർഷ ചോദ്യങ്ങളാണ് കേട്ടോ, മറക്കല്ലേ. അപ്പൊ ഓടിവിളയുടെ പാപ്പ, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്, ജന്മഭൂമി ഇത് ഇത്ര എഴുതിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. കൂടാതെ പാഞ്ചാല ശബ്ദം ഇപ്പൊ തന്നെ പഠിച്ചേക്കണേ. പാഞ്ചാല ശബ്ദം, ഓടിവിളയുടെ പാപ്പ, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്, ജന്മഭൂമി. ഇനി പ്രേംചന്ദ് ഇങ്ങനെ എന്തെങ്കിലും കൃതി എഴുതിയിട്ടുണ്ടോ? ഉണ്ടെന്നേ. പ്രേംചന്ദിന്റെ കൃതികളിലേക്ക് പോവാം. സേവാസദൻ, TS സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. സേവാസദൻ എഴുതിയത് ആര്? പ്രേംചന്ദ് ആണ്. പിന്നെ പ്രേമാശ്രമം, എന്താണ്? പ്രേമാശ്രമം. പ്രേമാശ്രമം, രംഗഭൂമി. പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഇത് 4 SCERT പുസ്തകത്തിൽ ഉള്ളതാണ്, കൃത്യമായി പഠിച്ചു വെക്കുക. പ്രേംചന്ദ് എഴുതിയ രചനകൾ ഏതൊക്കെ? സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഇനി സത്യേന്ദ്രനാഥ് ടാഗോറിന്റെ പ്രത്യേകത എന്താ? സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ് ടാഗോർ. ഇനി വള്ളത്തോള് ദേശീയതയുമായി ബന്ധപ്പെട്ട് രചിച്ച കൃതികൾ ഏതൊക്കെയാ? അതും SCERT ഫാക്ട് ആണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ കലാ സാംസ്കാരികം എന്ന രീതിയിൽ നിന്ന് PSC ചോദിക്കുന്നതാണ്, മറക്കരുത്. നിങ്ങൾക്കറിയാം, ഒന്ന് ഇന്ത്യയുടെ കരച്ചിൽ. ഇന്ത്യയുടെ കരച്ചിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് ഈ ഒരു ചോദ്യമായിരുന്നു. എന്റെ ഗുരുനാഥൻ, ഗാന്ധിജി ആസ്പദമാക്കിയിട്ട് എഴുതിയ കൃതിയാണെന്ത്? എന്റെ ഗുരുനാഥൻ. എന്റെ ഗുരുനാഥൻ. പിന്നെ ബാപ്പുജി. എന്തൊക്കെയാണ്? ഇന്ത്യയുടെ കരച്ചിൽ, എന്റെ ഗുരുനാഥൻ, കൂടാതെ ബാപ്പുജി എന്നീ കൃതികൾ എഴുതിയത് ആരാണ്? വള്ളത്തോൾ. സെറ്റാണേ. അപ്പോ സുബ്രഹ്മണ്യ ഭാരതി എഴുതിയത് ഏതൊക്കെയാ? പാഞ്ചാല ശബ്ദം, ഓടിവിളയുടെ പാപ്പ, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്, ജന്മഭൂമി. പ്രേംചന്ദ് എഴുതിയത് സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. വള്ളത്തോൾ എഴുതിയത് ഇന്ത്യയുടെ കരച്ചിൽ, എന്റെ ഗുരുനാഥൻ, ബാപ്പുജി. പിന്നെ സത്യേന്ദ്രനാഥ് ടാഗോർ പ്രത്യേകത എന്താ? ഇന്ത്യൻ സിവിൽ സർവീസ് പാസ്സായ ആദ്യ ഇന്ത്യക്കാരൻ. പക്ഷെ അദ്ദേഹം ജോലി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് കേട്ടോ. കുതിര പന്തയത്തിൽ, അതായത് കുതിര ഓട്ടത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ പരീക്ഷ എഴുതി പാസ്സായി, വീണ്ടും കുതിരപ്പന്തയത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് ജോലിക്ക് പോകാതെ അല്ലെങ്കിൽ ജോലി ത്യജിച്ച വ്യക്തിത്വമാണ് സത്യേന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ കേശവചന്ദ്ര സെൻ, ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്, ഓപ്ഷൻ സി വീരേശലിംഗം പന്തലു, ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. നമുക്കറിയാം, നവോത്ഥാന മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളോട് വരിക അല്ലെ. നവോത്ഥാനത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത്, യഥാർത്ഥ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? രാജാറാം മോഹൻ റോയ് ആയിരുന്നു. 1817 വേദാന്ത കോളേജ് ആരംഭിച്ചു. ഇംഗ്ലീഷുകാരുടെ, ബ്രിട്ടീഷുകാരുടെ അംഗീകാരത്തോടു കൂടി 1825 ബ്രിട്ടീഷ് അംഗീകൃത കോഴ്സുകൾ ആരംഭിക്കുകയും ചെയ്തു അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ആൻസർ എന്ത് തന്നെയാണെടാ? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ രാജാറാം മോഹൻ റോയിയുടെ സഹായത്തിൽ, ഡേവിഡ് ഹാരിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ബംഗാളില് തദ്ദേശീയമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടക്കം കുറിക്കപ്പെടുകയും അതിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം അഥവാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ഒരുപാട് യുവജനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആ യുവജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ രാജാറാം മോഹൻ റോയി 1828 എന്താരംഭിക്കുന്നത്? ബ്രഹ്മസഭ ആരംഭിക്കുന്നതും ആ ബ്രഹ്മസഭയിലൂടെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കെതിരെയുള്ള ആശയങ്ങൾ ഒത്തിരി പ്രദേശത്തേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ആൻസർ എന്താണ്? രാജാറാം മോഹൻ റോയി ആണ് അല്ലെ. രാജാറാം മോഹൻ റോയി സ്വതന്ത്ര ചിന്ത പ്രോത്സാഹിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഒരു സംഘടനയുണ്ട്. ഏതാണ്? ആത്മീയ സഭ. ആത്മീയ സഭ. ആത്മീയ സഭ ഏത് വർഷം ആരംഭിക്കുന്നേ? 1815 എന്തായിരുന്നു ലക്ഷ്യം? സ്വതന്ത്ര ചിന്ത പ്രോത്സാഹിപ്പിക്കുക. എങ്ങനെയാണ് സ്വതന്ത്ര ചിന്ത നമുക്ക് ലഭിക്കുക? സ്വതന്ത്ര ചിന്ത പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ആത്മീയ സഭയുടെ ലക്ഷ്യം. സ്വതന്ത്ര ചിന്ത എങ്ങനെയാ ലഭിക്കുക? വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രം, ശാസ്ത്രീയ ബോധമുണ്ടെങ്കിൽ മാത്രം. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ആത്മീയ സഭയുടെ നേതൃത്വത്തിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടനയാണ് ആത്മീയ സഭ. ഇന്ത്യയിലെ ആദ്യ സാമൂഹിക പരിഷ്കരണ സംഘടന ആത്മീയ സഭ. ആ ആത്മീയ സഭയിലൂടെ സമൂഹത്തെ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടുവാനായിട്ട്
അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതിന് സഹായകമാകുന്നതിന് വേണ്ടിയിട്ട് വേദാന്ത കോളേജ് ആരംഭിക്കുകയും ചെയ്തു. ശരിയാണേ. അതുകൊണ്ട് ഇദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ആധുനിക ഇന്ത്യൻ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പ്രവാചകൻ എന്ന് വിളിക്കാറുണ്ട്. ആധുനിക ഇന്ത്യൻ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പ്രവാചകൻ. ആധുനിക ഇന്ത്യൻ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയിയാണ്. എന്നാൽ ആധുനിക ഇന്ത്യൻ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ബ്രിട്ടീഷ് ഭരണാധികാരിയായ വില്യം ബെന്റിക് പ്രഭുവാണ്. കാരണം അദ്ദേഹം മെക്കാളെ മിനിറ്റ്സിന്റെ നിർദ്ദേശപ്രകാരം 1835 ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചതുകൊണ്ട്. ഓക്കെ. അപ്പോ ആധുനിക ഇന്ത്യൻ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പ്രവാചകൻ അഥവാ പ്രചാരകൻ, പ്രവാചകൻ എന്നും പ്രചാരകൻ എന്നും അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ വില്യം ബെന്റിക് പ്രഭുവുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടന ആത്മീയ സഭ ആരംഭിച്ചതാരാ? രാജാറാം മോഹൻ റോയ്. 1815 ലക്ഷ്യമെന്താ? സ്വതന്ത്ര ചിന്ത പ്രോത്സാഹിപ്പിക്കുക. അതിനുവേണ്ടിയാണ് അദ്ദേഹം പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നത്. സെറ്റാണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമായിരുന്നു അല്ലെ? യെസ്, പെട്ടെന്ന് പറഞ്ഞു നോക്കി. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ഓപ്ഷൻ എ വീരേശലിംഗം പന്തലു, ഓപ്ഷൻ ബി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ സി ജ്യോതിബ ഫുലെ, ഓപ്ഷൻ ഡി ഇ വി രാമസ്വാമി നായ്ക്കർ. 1925 സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞു. ആരാണ് ആരംഭിക്കുക? യെസ്, ഇ വി രാമസ്വാമി നായ്ക്കർ തന്നെ അല്ലെ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. വീരേശലിംഗം പന്തലുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ്? തെലുങ്ക് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ആരംഭിച്ച വനിതാ മാസികയാണ് എന്ത്? വനിതാ മാസിക ഓർമ്മയുണ്ടോ? വനിതാ മാസിക നമ്മളിന്ന് തുടക്കത്തിൽ പഠിച്ചു. അദ്ദേഹം ആരംഭിച്ച വനിതാ മാസികയുടെ പേരെന്താ? മറന്നുപോയടാ. വീരേശലിംഗം പന്തലു ആരംഭിച്ച സതിഹിത ബോധിനി അല്ലെ? സതിഹിത ബോധിനി. അത് നമ്മൾ പറഞ്ഞു. തെലുങ്ക് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? ആന്ധ്ര നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ആരംഭിച്ച മാസികയുടെ പേര് വിവേകവർദ്ധിനി എന്ന് പറഞ്ഞു. ശരിയല്ലേ? അത് ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കരുതിക്കോട്ടെ. ഇവിടെ ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ അഡീഷണൽ. ഇദ്ദേഹം വീരേശലിംഗം പന്തലു സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി ആരംഭിച്ച ഒരു സംഘടനയുണ്ട്, ഓർഗനൈസേഷൻ. അതിന്റെ പേര് ഹിതകാരിണി സമാജം എന്നറിയപ്പെടുന്നു. ഹിതകാരിണി സമാജം. അപ്പൊ ഹിതകാരിണി സമാജം എന്ന നവോത്ഥാന സംഘടന രൂപീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ വീരേശലിംഗം പന്തലുമാണ്. ഇനി സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച സംഘടന ഏതാണ്? ആര്യ സമാജം. ആര്യ സമാജം ആരംഭിച്ചത് 1875 ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ബോംബെയുമാണ് കേട്ടോ. ആസ്ഥാനം എവിടെയാണ്? ബോംബെ. അപ്പൊ ആര്യ സമാജം 1875 ആരംഭിച്ചു ബോംബെ കൂടാതെ ഇവിടെ കൂടെ ആരംഭിച്ചിട്ടുണ്ട് ലാഹോറിലും. ബോംബെയിലും ലാഹോറിലും ആര്യ സമാജം ആരംഭിച്ചു. ആര്യ സമാജത്തിലൂടെ അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വേദങ്ങളാണ്. വേദങ്ങളിൽ പറയുന്ന, പ്രത്യേകിച്ച് യജുർവേദത്തിൽ പറയുന്ന ആരാധനകൾ മാത്രമാണ്. കാരണം ആരാധനയുമായി ബന്ധപ്പെട്ട വേദം യജുർവേദം. യജുർവേദത്തിൽ പറയുന്ന ആരാധന മാത്രമാണ് യഥാർത്ഥ ആരാധന അഥവാ ആചാരം. മറ്റുള്ളവയെല്ലാം അനാചാരങ്ങളോ അന്ധവിശ്വാസങ്ങളോ ആണ്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ പോയി വേദങ്ങൾ പഠിക്കുക, എന്നിട്ട് മാത്രം യഥാർത്ഥ ആചാരം തിരിച്ചറിയുക എന്ന് പറഞ്ഞു. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ജനങ്ങളെ പഠിപ്പിച്ചത് ആര് എന്നാണ് PSC ചോദിക്കുക. ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഏത് സംഘടനയിലൂടെ? ആര്യ സമാജത്തിലൂടെ. ആ കാലഘട്ടത്തിൽ നിലനിന്ന ഹിന്ദുമതത്തെ നവീകരിക്കാൻ ശ്രമിച്ചു. ലോകത്താദ്യമായി മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? യെസ്, നിങ്ങൾക്കറിയാം. 16-ാം നൂറ്റാണ്ടില് ജർമ്മനിയില് ആരായിരുന്നു? മാർട്ടിൻ ലൂതർ ആയിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ ഹിന്ദുമത നവീകരണത്തിന് തുടക്കം കുറിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി ആയതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂതർ എന്ന് വിളിക്കുന്നു. ശരിയല്ലേ? ആര്യ സമാജം ആരംഭിച്ചത് കൊണ്ടാണ് നമ്മൾ സ്വാമി ദയാനന്ദ സരസ്വതി എന്തെന്ന് വിളിക്കുക? ഹിന്ദുമതത്തിന്റെ മതനവീകരണത്തിന് നേതൃത്വം നൽകിയ അർത്ഥത്തിൽ ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂതർ എന്ന് വിളിക്കുക. മതനവീകരണത്തിന്റെ പിതാവ് എന്നാണ് ചോദ്യമെങ്കിൽ മാർട്ടിൻ ലൂതറാണ്. അദ്ദേഹം ഇവിടെ ഉള്ള ആളാ, ജർമ്മനിയിലാണ്.
ഹിന്ദുമത നവീകരണത്തിന്റെ പിതാവ് എന്നാണ് ചോദ്യമെങ്കിലോ സ്വാമി ദയാനന്ദ സരസ്വതി. സെറ്റാണ്. ഇനി സ്വാമി ദയാനന്ദ സരസ്വതി ഹിന്ദുമതത്തിൽ നിന്ന് മറ്റു മതങ്ങളിലേക്ക് ചേക്കേറിയവരെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ഹിന്ദുമതത്തിൽ നിന്ന് മറ്റു മതങ്ങളിലേക്ക് പോയവരെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു ആശയ പ്രചരണമുണ്ട്. അതാണ് ശുദ്ധി പ്രസ്ഥാനം എന്നറിയപ്പെടുക. ശുദ്ധി പ്രസ്ഥാനം. ഹിന്ദുമതത്തിൽ നിന്ന് പോയവരെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ആരംഭിച്ച ആശയ പ്രചരണമാണ് എന്ത്? ശുദ്ധി പ്രസ്ഥാനം. സെറ്റാണ്. ഇനി ജ്യോതിബ ഫുലെയിലേക്ക് പോവാം. ജ്യോതിബ ഫുലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് ജ്യോതി റാവു ഫുലെയാണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഇദ്ദേഹം 1873 ആരംഭിച്ച സംഘടനയാണ് എന്ത്? സത്യശോധക സമാജ്. സത്യശോധക സമാജ്. അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് സത്യശോധക സമാജം ആരംഭിക്കുക. ഈ സംഘടനയിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സാമൂഹിക പരിഷ്കരണത്തിലേക്ക് വരിക. അതുകൊണ്ട് ജ്യോതിബ ഫുലെയെ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്, അതായത് ജ്യോതിബ ഫുലെ പ്രവർത്തിച്ചിരുന്നത് മഹാരാഷ്ട്ര സംസ്ഥാനത്തായിരുന്നു. മഹാരാഷ്ട്ര സംസ്ഥാനത്തെ അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി ഇദ്ദേഹം പരിശ്രമിച്ചു. അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ 1888 നമ്മുടെ ജ്യോതിബ ഫുലേക്ക് അല്ലെങ്കിൽ ജ്യോതി റാവു ഫുലേക്ക് മഹാത്മാ എന്ന പേര് നൽകി. മഹാത്മ എന്ന പേര് അഥവാ മഹാത്മ എന്ന സ്ഥാനപ്പേര് നൽകി. അപ്പൊ മഹാത്മാ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ എന്നാണ് ചോദ്യമെങ്കിൽ, അല്ലെങ്കിൽ മഹാത്മാ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് എന്നാണ് ചോദ്യമെങ്കിൽ, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ആരെയാണ് മഹാത്മാ എന്ന് വിളിച്ചത് എന്നാണ് ചോദ്യമെങ്കിൽ, ഉത്തരം എന്താണ്? ജ്യോതിബ ഫുലെയാണ്. ജ്യോതിബ ഫുലെ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ്. അദ്ദേഹം സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി ആരംഭിച്ച സംഘടനയാണ് സത്യശോധക സമാജം 1873. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു അദ്ദേഹം അധസ്ഥരുടെ ഉന്നമനത്തിന് വേണ്ടി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം എഴുതിയിരുന്നു. അതാണെന്ന് പേരിൽ അറിയപ്പെടുക ഗുലാംഗിരി അല്ലെ. ഈ ഗുലാംഗിരി എന്ന പുസ്തകത്തിന്റെ ആ പേരിന്റെ അർത്ഥം എന്താണ്? അടിമത്തം എന്നായിരുന്നു. അത് നമ്മൾ ആൾറെഡി പഠിക്കുകയും ചെയ്തിരുന്നു അല്ലെ. സെറ്റാണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗുഡ്. താഴെ പറയുന്നവരില് പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പറയാമോ നിങ്ങൾക്ക്? ഓപ്ഷൻ എ ഇ വി രാമസ്വാമി നായർ, ഓപ്ഷൻ ബി ആത്മാറാം പാണ്ഡുരംഗ്, ഓപ്ഷൻ സി ജ്യോതിബ ഫുലെ, ഓപ്ഷൻ ഡി ആനി ബെസന്റ്. യെസ്, ആൻസറിലേക്ക് പോയാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗ് എന്നാണ് ഈ പ്രാർത്ഥനാ സമാജം ആരംഭിക്കുക? 1867 അല്ലെ. പ്രാർത്ഥനാ സമാജം എന്നാണ് പേരെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു ആത്മീയ സഭയല്ല, ആത്മീയ സംഘടന അല്ല, മറിച്ച് സാമൂഹിക പരിഷ്കരണ സംഘടനയാണ്. ആത്മീയ സഭ എന്ന സാമൂഹിക പരിഷ്കരണ സംഘടന 1867 ആരംഭിച്ചത് ആരായിരുന്നു? നമ്മുടെ ആത്മാറാം പാണ്ഡുരംഗാണ്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? എന്താണ് ലക്ഷ്യം? PSC ആ ലക്ഷ്യമാണ് പലപ്പോഴും ചോദ്യത്തിൽ തരിക. പുരോഹിത മേധാവിത്വത്തെയും പുരോഹിത മേധാവിത്വത്തെയും കൂടാതെ ജാതി വ്യവസ്ഥയെയും എതിർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സംഘടന ഏത് എന്നാണ് ചോദിക്കുക. പുരോഹിത മേധാവിത്വം, അതാണ് അവിടെ പ്രാധാന്യം. പുരോഹിത മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ആത്മാറാം പാണ്ഡുരംഗ് ആരംഭിച്ച സംഘടന ഏത്? ആരാണ്? പ്രാർത്ഥനാ സമാജം. ഏത് വർഷം? 1867. ഈ ആത്മാറാം പാണ്ഡുരംഗ് ആരംഭിച്ച പ്രാർത്ഥനാ സമാജത്തിൽ അംഗമായിരുന്നു അല്ലെങ്കിൽ സജീവ പ്രവർത്തകനായിരുന്നു ആര്? മഹാഗോവിന്ദ റാനഡെ, MG റാനഡെ കേട്ടോ. ഇനി ഈ സംഘടനയിലൂടെ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്തു എന്നും PSC ചോദിക്കാറുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസം നൽകി, പിന്നെ എന്ത് ചെയ്തു? മിശ്രഭോജനം നടത്തി. സ്ത്രീ വിദ്യാഭ്യാസം നൽകി, മിശ്രഭോജനം നടത്തി. PSC ഒരിക്കൽ ചോദിച്ചത് എങ്ങനെയായിരുന്നു? സ്ത്രീ വിദ്യാഭ്യാസം, മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ വിവാഹം എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകിയ ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ സംഘടന ഏതെന്നാണ്? ഉത്തരം എന്താണ്? ആത്മാറാം പാണ്ഡുരംഗ് ആരംഭിച്ച പ്രാർത്ഥനാ സമാജമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 4 പ്രവർത്തനങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു വെക്കുന്നു. എന്തൊക്കെ? സ്ത്രീ വിദ്യാഭ്യാസം, മിശ്രഭോജനം, മിശ്രവിവാഹം, പിന്നെ വിധവാ വിവാഹം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ സംഘടന. ഈ 4 കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയ സംഘടന ഏതെന്ന് ചോദിച്ചാൽ ആത്മാറാം പാണ്ഡുരംഗിന്റെ ഏതാണ്? പ്രാർത്ഥനാ സമാജമാണ്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു
ആത്മാറാം പാണ്ഡുരംഗ ആരംഭിച്ച പ്രാർത്ഥനാ സമാജത്തിലെ സജീവ അംഗമായിരുന്നു ആര്? മഹാഗോവിന്ദ റാനഡെ. മഹാഗോവിന്ദ റാനഡെ സ്ത്രീ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുവാനായിട്ട് സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കള് അദ്ദേഹത്തിന് ഒരു ചോദ്യം ഉന്നയിച്ചു. പ്രശസ്തമായ ഒരു കഥയാണ് കേട്ടോ. ചോദ്യം ഉന്നയിച്ചതായിരുന്നു, താങ്കൾ ഒരു വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീയെ വിവാഹം കഴിക്കുമോ? അത് കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീയെ വിദ്യാഭ്യാസം നൽകി കാണിച്ചു തരും എങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ വിദ്യാഭ്യാസം നേടാം. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മഹാഗോവിന്ദ റാനഡെ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. ആ സ്ത്രീയുടെ പേരാണ് രമാഭായ്. മഹാഗോവിന്ദ റാനഡെ കല്യാണം കഴിച്ചതിന് ശേഷം അവരെന്ത് പേരിൽ അറിയപ്പെട്ടു? രമാഭായ് റാനഡെ എന്നറിയപ്പെട്ടു. രമാഭായ് റാനഡെ എന്നറിയപ്പെട്ടു. സെറ്റാണ്. തുടർന്ന് 4 ഭാഷകൾ മഹാഗോവിന്ദ റാനഡെ രമാഭായിയെ പഠിപ്പിക്കുകയും ആ 4 ഭാഷയിലും പ്രാവീണ്യം നൽകുകയും ചെയ്തു. 4 ഭാഷയിൽ പ്രാവീണ്യം നേടിയ വ്യക്തിത്വമാണ്, പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞതിന് ശേഷം സ്വന്തം ഭർത്താവിനാൽ 4 ഭാഷകളിൽ പ്രാവീണ്യം പഠിച്ചെടുത്ത വ്യക്തിയാണ് ആര്? രമാഭായി റാനഡെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ അത് പണ്ഡിത രമാഭായി അല്ലേ? അല്ല. പണ്ഡിത രമാഭായി ജനിച്ചത് കൽക്കട്ടയിലാണ്, സോറി കർണാടകയിലാണ്. സംസ്കൃത വിദ്യാഭ്യാസത്തിൽ പണ്ഡിതയായിരുന്നു പണ്ഡിത രമാഭായി. സ്നേഹിച്ച് ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചു, പക്ഷെ അദ്ദേഹം മരിച്ചുപോയി. സാധാരണത്തിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഇരുട്ടറിൽ കഴിഞ്ഞുകൂടണമെന്നായിരുന്നു കാഴ്ചപ്പാട്. കർണാടകയിൽ ജനിച്ച പണ്ഡിത രമാഭായി സ്വന്തം അച്ഛൻ മോട്ടിവേറ്റ് ചെയ്തു. സ്വന്തം പിതാവ്, ഭർത്താവ് മരിച്ചു, ശരിയാണ്, കുഴപ്പമില്ല, പക്ഷെ സമൂഹത്തിന്റെ മുന്നിൽ തലയുയർത്തി തന്നെ നിൽക്കണം, സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രചോദനം നൽകി. ആ അച്ഛന്റെ, പിതാവിന്റെ വാക്ക് കേട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച മറ്റൊരു വ്യക്തിത്വമാണ് ആര്? പണ്ഡിത രമാഭായി. കേട്ടോ, അത് പണ്ഡിത രമാഭായി. മഹാരാഷ്ട്രയിലുള്ള ആളാണ് ആര്? മഹാഗോവിന്ദ് റാനഡെ. റാനഡയുടെ വൈഫിന്റെ പേര് രമാഭായി. പൂർണ്ണമായി പറഞ്ഞാൽ രമാഭായി റാനഡെ എന്ന് പറയും. ഈ രമാഭായി റാനഡെ ഒരാളാണ്, പണ്ഡിത രമാഭായി മറ്റൊരു വ്യക്തിത്വമാണ്. രണ്ടും ഒന്നെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. അല്ല, രണ്ടും 2 പേരാണ് പ്രിയ വിദ്യാർത്ഥികൾ. കേട്ടോ, വേണമെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോ. രണ്ടും 2 പേരാണ്. ഒന്ന് പണ്ഡിത രമാഭായി, 2 രമാഭായി റാനഡെ. ഇതിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്? രമാഭായി റാനഡെയാണോ പണ്ഡിത രമാഭായി ആണോ? പണ്ഡിത രമാഭായി. ഓക്കെ, സംശയം ഉണ്ടാവരുത്. പണ്ഡിത രമാഭായി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാമോ? യെസ്. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? കോളേജും സർവകലാശാലയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? യെസ്. അപ്പോ ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആര് എന്നാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ എ ജനാർദൻ ഡങ്കൻ, ഓപ്ഷൻ ബി വില്യം ജോൺസ്, ഓപ്ഷൻ സി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ ഡി ദേവേന്ദ്രനാഥ് ടാഗോർ. ആൻസർ എന്താണ്? കമന്റ് ചെയ്തേ. ഓപ്ഷൻ എ ആണ് ജൊനാഥൻ ഡങ്കൻ. ജൊനാഥൻ ഡങ്കൻ ബനാറസിൽ ഒരു സംസ്കൃത കോളേജ് ആരംഭിച്ചത് എന്നായിരുന്നു? 1781 81 ആരംഭിച്ചു. യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്ന 91 തൊട്ടാണ്. അതുകൊണ്ട് ചില പുസ്തകങ്ങളിൽ 91 എന്ന് കാണും കേട്ടോ. അപ്പൊ മറക്കരുത്, ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജൊനാഥൻ ഡങ്കൻ ആണ്. അതിനുവേണ്ട സഹായം നൽകിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ നമ്മള് വാറൻ ഹേസ്റ്റിങ്സിന്റെ പേരാണ് പറയുക തുടക്കം കുറിക്കാൻ. പക്ഷെ യഥാർത്ഥത്തില് അത് പ്രവർത്തനം ആരംഭിച്ചത് എന്നായിരുന്നതാ? എന്നായിരുന്നു? 1791 എന്നായിരുന്നു? 1791 അതിനാവശ്യമായ അംഗീകാരം നൽകിയത് ആരായിരുന്നു? കോൺവാലിസ് പ്രഭു ആയിരുന്നു. അംഗീകാരം നൽകിയത് ആരായിരുന്നു? കോൺവാലിസ് പ്രഭു ആയിരുന്നു. ഓക്കെ, തുടക്കം കുറിച്ചത് 1781 ആധികാരികമായി വിദ്യാഭ്യാസം നൽകണമെന്ന് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് അത്രയും പക്വത ഉണ്ടായിരുന്നില്ല ജൊനാഥൻ ഡങ്കന്. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിലായിരുന്നു ആരംഭിച്ചത്. ഒടുവില് ആധികാരികമായി അംഗീകാരത്തോടു കൂടി വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് 1791 ആരുടെ സഹായത്തോടു കൂടി? കോൺവാലിസ് പ്രഭുവിന്റെ സഹായത്തോടു കൂടി. ഇനി വില്യം ജോൺസിനെ കുറിച്ച് പറഞ്ഞാലോ? ആരാണ് വില്യം ജോൺസ്? 1784 വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്ത് ബംഗാളിൽ ആരംഭിച്ച റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? നമ്മുടെ
1784 വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്ത് ബംഗാളിലെ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി, ബംഗാളിൽ ആരംഭിച്ച റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിക്ക് നേതൃത്വം നൽകിയത് വില്യം ജോൺസ് ആയിരുന്നു. ഈ സംഘടനയുടെ ലക്ഷ്യം പ്രാചീന ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുക, പ്രാചീന ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുകയും ലോകത്തിന് നല്ലതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ലോകത്തെ അറിയിക്കുകയും ചെയ്യുക. അങ്ങനെ പ്രാചീന ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇദ്ദേഹം ഇന്ത്യയുടെ ആദ്യ നിയമസംഹിത തയ്യാറാക്കിയ മനുവിനെ കുറിച്ച് വിവരങ്ങൾ കണ്ടെത്തി. അദ്ദേഹം എഴുതിയ മനുസ്മൃതി കണ്ടെത്തി. അതുകൊണ്ട് മനുസ്മൃതി ആദ്യമായി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്, പ്രാചീന ഇന്ത്യയിലെ ആദ്യ നിയമസംഹിതയായ മനുസ്മൃതി ആദ്യമായി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരായിരുന്നു? വില്യം ജോൺസ് ആയിരുന്നു. മനുസ്മൃതിയുടെ ആദ്യ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് ആരാണ്? വില്യം ജോൺസ് ആണ്. ഇനി സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് പറഞ്ഞാലോ? ഈ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കാര്യങ്ങൾ നമ്മൾ ആൾറെഡി പറഞ്ഞു. 1875 ആര്യ സമാജം ആരംഭിച്ചു. 1875 ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു. നമുക്ക് എക്സ്ട്രാ 2 പോയിന്റ് കൂടെ പഠിക്കാം. എന്താണ് ഇദ്ദേഹം ആരംഭിച്ച പത്രത്തിന്റെ പേര്? ആര്യപ്രകാശ്. മൃഗങ്ങളെ കൊന്ന് മാംസാഹാരത്തിന് ആയി ഉപയോഗിക്കുന്നത് എതിർത്ത വ്യക്തിത്വമായിരുന്നു ദയാനന്ദ സരസ്വതി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗോക്കളെ കൊല്ലുന്നത് എതിർത്തിരുന്നു. ഗോക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 1882 ഗോ സംരക്ഷണ സേനയ്ക്ക് തുടക്കം കുറിച്ചത് ആരായിരുന്നു? നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി ആയിരുന്നു. അപ്പോ സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പത്രം ആര്യപ്രകാശാണ്. 1882 അദ്ദേഹം ഗോ സംരക്ഷണ സേന ആരംഭിച്ചു. ഇദ്ദേഹത്തിന്റെ ആത്മകഥാ പരാമർശമുള്ള പുസ്തകം, നമ്മൾ ഒന്നെങ്കിൽ ആത്മകഥ എന്ന് പറയും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുസ്തകം എന്ന് പറയും, സത്യാർത്ഥ പ്രകാശ്. പത്രത്തിന്റെ പേരെന്തായിരുന്നു? ആര്യപ്രകാശ്. ആത്മകഥയുടെ പേരെന്തായിരുന്നു? സത്യാർത്ഥ പ്രകാശ്. 1882 ഗോ സംരക്ഷണ സേന ആരംഭിച്ചതാരായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി. ഈ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ 2 പ്രമുഖ ശിഷ്യന്മാരാണ് ലാല ഹൻസ് രാജും, ലാല ലജ്പത് റായി. കേട്ടോ, ലാല ലജ്പത് റോയും ലാല ഹൻസരാജും ആരുടെ ശിഷ്യന്മാരായിരുന്നു? നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യന്മാരായിരുന്നു. ഓക്കെ, സ്വാമി ദയാനന്ദ സരസ്വതി ഒരിക്കൽ പറഞ്ഞു, സ്വരാജ്യ സ്വധർമ്മ സ്വഭാഷ. സ്വന്തം രാജ്യത്ത് ഉള്ള ജനങ്ങൾ ഭരിക്കുന്നതാണ് യഥാർത്ഥ രാജ്യം. സ്വരാജ്യം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇത് കേട്ട അദ്ദേഹത്തിന്റെ ശിഷ്യനായ ലാലാ ലജ്പത് റോയ് പിന്നീട് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് കടന്നു വരിക. ശരിയല്ലേ? ഗഡ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്, വളരെ പ്രാധാന്യം. അപ്പോ ആത്മകഥ സത്യാർത്ഥ പ്രകാശ്, പത്രം ആര്യപ്രകാശ് ആണ്. 1882 ഗോ സംരക്ഷണ സേന ആരംഭിച്ചത് ആര് തന്നെ? സ്വാമി ദയാനന്ദ സരസ്വതി തന്നെ. ദേവേന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന ആരാണ്? രവീന്ദ്രനാഥ ടാഗോറിന്റെ അച്ഛനാണ്. രാജാ റാംമോഹൻ റോയ് ആരംഭിച്ച ബ്രഹ്മസഭയ്ക്ക് ബ്രഹ്മസമാജം എന്ന പേര് കൊടുത്തത് ദേവേന്ദ്രനാഥ ടാഗോർ അഥവാ ദേവേന്ദ്രനാഥ ടാഗോർ. രണ്ടിടത്തിലും പറയാറുണ്ട് കേട്ടോ, ദേവേന്ദ്രനാഥ ടാഗോർ അഥവാ ദേവേന്ദ്രനാഥ ടാഗോർ. പിന്നീട് ഈ ബ്രഹ്മസമാജം 1866 ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയതും ആര് തന്നെയായിരുന്നു? ദേവേന്ദ്രനാഥ ടാഗോർ തന്നെയായിരുന്നു. കൂടാതെ ബ്രഹ്മസമാജത്തിന്റെ ലക്ഷ്യം എന്താണെന്നും ബ്രഹ്മസമാജത്തിലെ പ്രവർത്തകർ എങ്ങനെ ആയിരിക്കണമെന്നും ഇദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേരാണെന്ത്? ബ്രഹ്മധർമ്മ. ആ ബ്രഹ്മധർമ്മ എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ. ഈ ബ്രഹ്മധർമ്മയെ എന്തെന്ന് വിളിക്കാറുണ്ട്? ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. സെറ്റാണേ? ഓക്കെ അല്ലേ? ഗഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡിയത്. സത്യശോധക സമാജം ജ്യോതിറാവ് ഫുലെ, ആര്യ സമാജം ആത്മാറാം പാണ്ഡുലെ, പ്രാർത്ഥനാ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, ഹിതകാരുണ്യ സമാജം വീരേശലിംഗം ബന്ധു. അല്ലെ, ഏതാണ് ശരി? നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് ആൻസർ ചെയ്താൽ മതി. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാ, എക്സ്ട്രാ പോയിന്റ് ഒക്കെ പറഞ്ഞ കാര്യങ്ങളാ. പെട്ടെന്ന് പറഞ്ഞേ. അതൊക്കെ PSC ചോദ്യവുമാണ്.
നമ്മൾ പറഞ്ഞു എന്ന് മാത്രം ഒരു പോയിന്റ് പഠിച്ചു കേട്ടോ. അപ്പൊ സത്യശോധക സമാജം ആരാരംഭിച്ച ജ്യോതിറാവ് ഫുലെ അല്ലെ? ഏത് വർഷം? 1873. നമ്മൾ പഠിച്ചതാണ്, അപ്പൊ ശരിയാണ്. ആര്യ സമാജം ആരാരംഭിച്ചേ? ആത്മാറാം പാട്ടുരംഗാണ്? അല്ല. ആരാരംഭിക്കുന്നത്? സ്വാമി ദയാനന്ദ സരസ്വതി. ഏത് വർഷം? 1875. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. ഇനി 3 പ്രാർത്ഥനാ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണോ? അല്ല. ആരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ്. ഏത് വർഷം? 1867. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. ഹിതകാരുണ്യ സമാജം വീരേശലിംഗം പന്തുലു. ശരിയല്ലേ? അതെ, ശരിയാണ്. അപ്പൊ ഇവിടെ ശരിയായത് ഏതെന്നല്ലേ ചോദ്യം? ഏതൊക്കെയാണ് ശരി? 1ഉം 4. 1ഉം 4ഉമാണ് ശരി. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുക. സെറ്റ് ആണ്. അപ്പോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ. അപ്പോ കണക്റ്റഡ് ഫാക്ട്സ് ഉൾപ്പെടെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക. ഇത്തരം ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാനായിട്ട് ശ്രമിക്കാം. അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഓക്കെ. അവരും പഠിക്കട്ടെ. സർക്കാർ ജോലി എല്ലാവരുടെയും സ്വപ്നമാണ്. എല്ലാവർക്കും നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ബൈ.